നമ്മൾ ബ്ലഡ് ടെസ്റ്റ് രാവിലെ ചെയ്താലും വൈകുന്നേരം ചെയ്താലും ഒരേ റിസൾട്ട് ആയിരിക്കുമോ കിട്ടുക? അല്ല, ഒരേ റിസൾട്ട് ആയിരിക്കില്ല. കാരണം ടൈം ഓഫ് ദ ഡേ അഫക്ട്സ് അവർ ബ്ലഡ് ടെസ്റ്റ്. നമ്മളുടെ ശരീരം എന്ന് വെച്ചാൽ ഒരു ഫാക്ടറി പോലെയാണ്. ഓരോ സമയത്തും ഓരോ ഹോർമോണുകൾ ഓരോ ലെവലിലാണ് ഉൽപ്പാദിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്താൽ കോർട്ടിസോൾ അല്ലെങ്കിൽ അതിന് സ്ട്രെസ് ഹോർമോൺ എന്ന് പറയും. ഇത് രാവിലെ നമ്മൾ ഉറക്കം എണീക്കുന്ന സമയത്താണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന അളവിലുണ്ടാവുക. ദിവസം പോകുന്തോറും വൈകുന്നേരവും രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് കുറഞ്ഞ് കുറഞ്ഞ് വളരെ ചെറിയ ലെവലിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഈ രാവിലെ ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം വൈകുന്നേരം ടെസ്റ്റ് ചെയ്താൽ അത് തെറ്റായ രീതിയിൽ നമുക്ക് ഉയർന്നതായിട്ട് തോന്നാം. റിസൾട്ട് തെറ്റെന്നല്ല, പക്ഷേ അത് ടൈം കാരണം റിസൾട്ട് ശരിക്കും തെറ്റാണ്. കാരണം നമ്മൾ വിചാരിക്കും കുറഞ്ഞിരിക്കുകയാണെന്ന്. പക്ഷേ അയാളുടെ ലെവൽ ശരിക്കും നോർമലായിരിക്കും. അയാളുടെ ശരിക്കുള്ള ലെവൽ അറിയണമെങ്കിൽ നമുക്ക് രാവിലെ നോക്കണം. അതായത് നമ്മൾ ടൈം ഓഫ് ദ ഡേ വളരെ പ്രധാനമാണ്. ഇതേപോലെ തന്നെ കോർട്ടിസോളിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ചില കണ്ടീഷൻസ്, ഇപ്പോൾ കുഷിങ് സിൻഡ്രോം എന്ന് പറയും, അത് നോക്കണോ ഉണ്ടാവോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഈ രാത്രി ആ സമയത്തൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും വളരെ ഉയർന്ന ലെവലിൽ തന്നെ കോർട്ടിസോൾ കാണുകയാണെങ്കിൽ നമുക്ക് അനുമാനിക്കാം ഇതൊരു നോർമൽ അല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് സംശയിക്കാം. അതായത് നോർമൽ അല്ല എന്നൊരു ലെവൽ അത്ര എക്സ്പെക്റ്റ് ചെയ്യാത്ത ലെവൽ വരുമല്ലോ. അതായത് അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ടെസ്റ്റുകൾ സമയം നോക്കി ചെയ്യണം. അപ്പോൾ വൈകുന്നേരം പോയി കോർട്ടിസോൾ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതേപോലെയാണ് രക്തത്തിൻ്റെ ഇരുമ്പിൻ്റെ അളവ്, അതായത് അയൺ. അതും രാവിലെ ആയിരിക്കും ഉയർന്നിരിക്കുക. അയൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫാസ്റ്റിങ്ങിൽ പോകണം. അതായത് വെറും വയറ്റിൽ ഒരു 8 മുതൽ 12 മണിക്കൂർ വരെ വെറും വയറ്റിൽ ഫാസ്റ്റിംഗ് ആയിട്ട് പോകണം. കാരണം അയണും രാവിലെ ആയിരിക്കും അതിൻ്റെ ഏറ്റവും ഉയർന്ന ലെവലിലുണ്ടാവുക. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അയണിൻ്റെ ലെവൽ താഴ്ന്ന് താഴ്ന്ന് വരും. അപ്പോൾ നമ്മൾ അയൺ ടെസ്റ്റ് പോയി വൈകുന്നേരം ചെയ്താൽ അത് തെറ്റായ തെറ്റാണെന്ന് നമുക്ക് തോന്നാം. ശരിക്കും തെറ്റല്ല. അയാളുടെ നോർമൽ ലെവലിൽ വൈകുന്നേരം ആകുമ്പോൾ കുറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചില ടെസ്റ്റുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി ആലോചിക്കുക. സമയം പോലും നമ്മളുടെ റിസൾട്ടിനെ ബാധിക്കും. അത് നമ്മുടെ തെറ്റായ ഒരു റിസൾട്ടായിട്ട് നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കുക.